മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഒത്തിരി പ്രയോജനം ഉണ്ടാകുന്ന ഒരു വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരാൾ ഒരു സ്ഥലം മേടിക്കുമ്പോൾ തൊട്ട് ഒരു വീട് വെക്കുന്നിടം വരെയുള്ള കൃത്യമായ രേഖകൾ, അതിൻ്റെ കാര്യങ്ങൾ, ഒരു വീട് വെക്കുമ്പോൾ അത് വളരെ ലളിതമായ രീതിയിൽ ലാഭകരമായ രീതികളിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി പറയുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പുതിയതായിട്ടൊരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ മെയിൻലി നോക്കുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ആധാരത്തിൽ നമുക്ക് എത്ര സെൻറ്റുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തണം, അത്രയും തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. കാരണം മുന്നേ നമ്മൾ കാശൊക്കെ വാങ്ങിച്ചാണല്ലോ ഈ സംഭവമൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ അതൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്നുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിൻലി ഇപ്പം ആധാറാണ് എല്ലാത്തിനും ഡോക്യുമെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആധാറിലെ അഡ്രസ്സും പേരും അഡ്രസ്സും ഒക്കെ തന്നെയാണ് ഈ ഡീഡിനകത്തുള്ളതും കൂടി ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത്. പിന്നെ BTR നമുക്ക് അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പുരയിടമാണോ നിലമാണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. നിലമാണെങ്കിൽ BTRനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, നിലമാണോ അതായിരിക്കും. അത് വെച്ചാണ് നമ്മൾ തീർച്ചപ്പെടുത്തുന്നത് നിലമാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോഴത്തെ നിയമപ്രകാരം 10 സെന്റ് നികത്താം, അങ്ങനെ എന്തോ ഇല്ല. ഇപ്പോഴത്തെ നമുക്ക് നിയമം അനുസരിച്ച് നിലം നികത്താതെ തന്നെ വീട് വയ്ക്കാനുള്ള കുറെ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വീട് വയ്ക്കാനും സാധിക്കും ഇതിനകത്ത്. നിലം നികത്താതെയോ? നികത്താതെ തന്നെ മീൻസ് നിലം നിലമായിട്ട് നിലനിർത്തിക്കൊണ്ട് നമുക്ക് വീട് വയ്ക്കാൻ പറ്റും. അത് കുഴിയാണെന്നുണ്ടെങ്കിൽ നികത്താനും പറ്റത്തില്ല. മീൻസ് വീട് വെക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള എത്ര ഏരിയ ആണോ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ആ ഏരിയയിലേക്ക് നമുക്ക് നികത്തി വീട് വെക്കാൻ കഴിയും. തീർച്ചയായും. ഓക്കെ മേഡം, ഞാനിപ്പോൾ ചോദിക്കുന്ന ഒരു 5 സെൻറ്റ് സ്ഥലത്ത് നമുക്ക്, എനിക്ക് വീട് വെക്കുന്നതിൻ്റെ കാര്യമൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്ന് മേഡം അടുത്ത് പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീട് വെക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്, ഇപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലത്ത് ചെറിയ വീട് വെക്കുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയൊക്കെയാവും? എന്നെപ്പോലുള്ള എല്ലാ മലയാളികൾക്കും ഉള്ള ഒരു സംശയമാണ്, സാധാരണക്കാരൻ്റെ ഒരു സംശയമാണ്. പലരും സാധാരണക്കാർ വന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് ഉള്ളത്, നമുക്കതിന് ആ ബഡ്ജറ്റിനകത്ത് നമുക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു തരുമോ എന്ന് ചോദിക്കാറുള്ളതാണ്. നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പം നമ്മൾ നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ നമുക്ക് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു പ്ലാൻ വരച്ച് സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണമുള്ള ഒരു പ്ലാൻ റെഡിയാക്കി എടുത്ത് അതിനെ എങ്ങനെ ലോ കോസ്റ്റ് ലെവലിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മേഡം ഇത്രയും പറയുന്നത് ഞാൻ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് കൂടി ചോദിക്കുകയായിരുന്നു. മേഡം എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത്? മേഡത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാൻ പറ്റും? ഓൾറെഡി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സിവിൽ എഞ്ചിനീയറാണ് ഞാനൊരു ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചെയ്ത് അതിന് വേണ്ട പെർമിറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തു തരുന്നതാണ്, ചെയ്തു കൊടുക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീട് വെക്കാൻ വന്നിരിക്കുന്നു. അപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലത്തൊരു ചെറിയ വീട് വെക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപയ്ക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റും? നമ്മൾ ആദ്യമേ മെയിൻലി നോക്കുന്നത് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റാണ്. കസ്റ്റമറിന് എന്തോരം ബഡ്ജറ്റ് ഇതിനകത്ത് ഇറക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നതുകൊണ്ട് ചെറിയ ചെറിയ ബഡ്ജറ്റുകളിൽ പല വീടുകളും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന നമുക്ക് ചെറിയ ബഡ്ജറ്റുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മെറ്റീരിയൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള മീൻസ് ലോ കോസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന്. പിന്നെ അത് കൂടാതെ തന്നെ പലർക്കും അറിയാൻ വേണ്ട കുറേ കാര്യങ്ങളാണ്. കുറേയധികം ലോ കോസ്റ്റ് മെറ്റീരിയൽസ് തന്നെ മീൻസ് ബ്രിക്ക് കൊണ്ട് മാത്രമല്ലാതെ കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ട് മാത്രമല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറേ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് എന്നല്ല, നമ്മൾ പൊതുവേ കൺസ്ട്രക്ഷൻ മേഖലയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ചുടുകട്ട അല്ലെങ്കിൽ താവൂക്ക് ഉപയോഗിച്ച് മാത്രം ചെയ്തു വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പം
ACC ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്ത് കുറേയൊക്കെ ഏരിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് യൂസ് ചെയ്ത് വരുന്നത്. പിന്നെ അതുപോലെ മഡ് ബ്രിക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പാനൽസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ക്ലൈമറ്റിനെ അനുസരിച്ച് നമ്മളത് ചേഞ്ച് ചെയ്തെടുക്കേണ്ടി വരും. ഓരോരോ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നു, അതിൻ്റേതായ കോസ്റ്റ് ഡിഫറൻസ് അതിനകത്ത് വരും. ഈ ബീം വാർത്ത് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഫൗണ്ടേഷനകത്ത് ബീം വാർത്ത കെട്ടി ചെയ്ത് വരുന്നത് ചിലവ് ഭയങ്കര കൂടുതലാണോ അതോ എങ്ങനെയാണ് മേഡം? അത് എന്നെ പറ്റി അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള രീതി, ഒന്നാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ല് കെട്ടി വാർത്ത കയറി വരിക എന്നുള്ള ഒരു സംഭവമാണ്. അതായത് അറിയാലോ, കരിങ്കല്ല് എടുത്ത് പാകി വെച്ച് ചെയ്തു വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. പണ്ട് രീതി തൊട്ടേ നടന്നു വരുന്ന ഒരു കാര്യമാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്ന് പറയുന്നത്. ഇപ്പം ക്വറികൾ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ റെയറാണ്, കുറവാണ് പറയുകയാണെങ്കിൽ തന്നെ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോളം കെട്ടി വാർത്ത് കയറി വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് പില്ലറ് വാർത്ത് കയറി വരുന്നതാണ് കോളം കെട്ടി വാർത്ത് കയറി വരിക എന്ന് പറയുന്നത്. അത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് പില്ലർ യൂസ് ചെയ്ത് വെച്ച്. നമ്മൾ പർട്ടിക്കുലർലി പറയുന്ന പേരാണ്, മീൻസ് ടെക്നിക്കലി പറയുന്ന പേരാണ് കോളം ബീം എന്നുള്ള കാര്യം. മാം, അപ്പം ഞാനൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ലളിതമായി ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഒരാൾ വീട് വയ്ക്കാൻ വരികയാണ്, നിങ്ങൾ വളരെ റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കും എന്ന് 100% ഉറപ്പാണല്ലോ അല്ലേ? അതെ, നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആരെങ്കിലും നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞങ്ങളുടെ വലിയൊരു ഡിസ്കൗണ്ട് കൂടെ കൊടുക്കണമെന്ന് നമുക്കൊരാഗ്രഹം. തീർച്ചയായിട്ടും നമുക്ക് ഓൾറെഡി, ഞാൻ ഇതിൻ്റെ പേരിലല്ല ഞാൻ പറയുകയാണ്, നമ്മൾ ഓൾറെഡി നമുക്കിവിടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്, എന്തൊക്കെയാണ് ഓഫേഴ്സും കാര്യങ്ങളും ഉള്ളതെന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഈ ചാനലിൽ നിന്ന് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റേറ്റ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പറഞ്ഞു, അപ് ടു പെർമിറ്റ് വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്ത കൺസ്ട്രക്ഷൻ വർക്കുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കാണിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്യും. ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ചെറിയൊരു ഫേവർ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് കൺസ്ട്രക്ഷൻ നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡിസൈൻ ചാർജസ് എല്ലാം തന്നെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും നമ്മൾ ചെയ്യുക. കൺസ്ട്രക്ഷൻ്റെ റേറ്റ് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. ഈ കൺസ്ട്രക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഘട്ടഘട്ടമായിട്ടാണ്. അതിന് നമുക്ക് നമ്മൾ പേപ്പറിൽ അഗ്രിമെൻ്റ് ആയിട്ട് എഴുതി സെറ്റ് ചെയ്തായിരിക്കും നമുക്ക് തരുന്നത്. അതിനകത്ത് നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. ആ ഒരു രീതിക്കായിരിക്കും നമ്മളിവിടെ ചെയ്തു തരുന്നത്. മാം, എൻ്റെ ഒരു സംശയം കൂടെയാണ് ചോദിക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതിൽ നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ഇതിലുള്ള വീട് എത്ര രൂപയുടെ വീടാണ് നിങ്ങൾ പണിതിരിക്കുന്നത്? നമ്മളിവിടെ ഏറ്റവും ബേസിക് അനുസരിച്ച് നമ്മൾ 10 ലക്ഷം രൂപ വരെയുള്ള ഒരു വീട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അത് ഏകദേശം ഒരു 15 ലക്ഷത്തിന് താഴെ ചെയ്തിരിക്കുന്ന ഒരു വീടാണത്. ഇത് ഈ കാണുന്ന വീടാണോ? 14 ലക്ഷം രൂപ. ഈ വീട് നമുക്ക് ചെയ്യാൻ വേണ്ടി 15 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു വീടാണത്. അതിന്റെ 3D ഇമേജും ആണ്, അത് ഫൈനൽ ഇമേജും ആണ്, കൺസ്ട്രക്ഷൻ കഴിഞ്ഞുള്ള ഇമേജും ആണ്. ഓ, അത് ശരി. ഓക്കെ. മാം, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇത് അപ്പം മാഡം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ വീടാണ്. 14 ലക്ഷം രൂപയുടെ 2 നിലയല്ലേ കാണുന്നത് മാഡം? അപ്പം ഈ 2 നില വീടിന്റെ, ഞാനിത് ഇതേ തന്നെ വീഡിയോ പിടിച്ചതന്നെ ചെയ്യോട്ടോ. ഈ 2 നില വീടിന്റെ എത്ര ബെഡ്റൂം ഉണ്ട് ഇതിനകത്ത്? ഇതില് താഴത്തെ ഫ്ലോറിൽ ഏകദേശം ഒരു 3 ബെഡ്റൂം, അടുക്കള, ഹോള് എന്ന രീതിക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ റെന്റൽ പർപ്പസ് ആണ്, നമുക്ക് മേളിൽ തന്നെ. അതുകൊണ്ട് തന്നെ മേളിൽ നമ്മൾ ബാൽക്കണി ഭാഗം നമ്മൾ സിറ്റ് ഔട്ട് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അതിന്റെ ബാക്കിലേക്ക് നമുക്ക് 2 റൂമും അടുക്കളയും കാര്യങ്ങളും, മുകളിലുണ്ട് അടുക്കളയും കാര്യങ്ങളും, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. താഴെ പർപ്പസ് ആണ്. അതുകൊണ്ട് മേളിൽ ഭാഗം ഒരു വാടകയ്ക്ക്. അപ്പൊ ടോട്ടലി വന്നേക്കുന്നത് 14 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഈ ഇത്രയും വീട്. ഓക്കെ. അപ്പം നല്ലൊരു സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ. അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ നമ്പർ ഇതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിരിക്കാം. അപ്പം മേഡം എല്ലാ കൂടെ നമ്പറോടൊന്ന് പറഞ്ഞേക്കോ.
ഒന്നുകൂടെ. ഓക്കെ, എൻ്റെ നമ്പർ എന്ന് പറയുന്നത് 9605612681. ഒന്നുകൂടെ പറയാണ്, 9605612681. ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയണം, ഞാൻ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ്. കാരണം നമുക്ക് ഇതിന് പ്രത്യേകം നമ്മളൊരു ഓഫർ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അപ്പം നമ്മുടെ വീഡിയോക്ക് പ്രത്യേക ഓഫറുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വിളിക്കുക. അപ്പം കൃത്യമായിട്ടുള്ള ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നല്ലൊരു അവസരമാണ്. സാധാരണക്കാരൻ്റെ ഒരു വീട് വെക്കുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്ന ഒരവസരമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവരെ പോലുള്ള നമുക്ക് പ്രയോജനകരമായി ഉണ്ടാക്കുന്ന പുതിയ ആളുകൾ എന്ന് പറയുന്നത് കേട്ടോ, കാരണം ഇവർ നേരത്തെ തൊട്ട് ഇവിടെ കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ഒത്തിരി പ്രയോജനമുണ്ടാകുന്ന ആളുകളൊക്കെ വരട്ടെ എന്ന് പറയാം. കാരണം നമ്മൾ യൂട്യൂബിൽ കൂടെ കാണുന്ന ആൾക്കാരെയൊക്കെ പലയിടത്തും ഞാനും വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്, കണ്ണൂരും കാസർഗോഡൊക്കെ. ഇത് സ്ഥലം ഹരിപ്പാടാണ്, ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നമ്മുടെ നങ്ങ്യാറുളങ്ങരയിലാണ് ഇവരുടെ ഓഫീസ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പറും കാര്യങ്ങളും എല്ലാം കൂടാതെ വീഡിയോയുടെ അടിയിലൂടെ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പം നമ്മളുടെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.